നമസ്കാരം. എൻ്റെ പേര് മിനി പടിക്കൽ. ഞാൻ NMC ഗൂബ്ര ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതിയും. പൊതുവെ 40-50 വയസ്സിൽ എത്തി നിൽക്കുന്ന സ്ത്രീകൾ അവരുടെ ആരോഗ്യം വളരെയധികം അവഗണിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരതൊന്നും കാര്യമായി എടുക്കാതെ അതിനെ കുറച്ച് നാളിങ്ങനെ കൊണ്ടു നടക്കും. ഓക്കെ, സോ കുറച്ച് ശ്രദ്ധിക്കേണ്ട 4-5 കാര്യങ്ങൾ. ഒന്നാമത്തത് ബ്ലഡ് ടെസ്റ്റുകൾ വളരെ കറക്റ്റായിട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻസ് ചെക്ക് ചെയ്യുക. വൈറ്റമിൻ D3, B12, അയൺ ലെവൽ, പിന്നെ വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും എല്ലാ കൊല്ലവും ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് ഷുഗറിൻ്റെ ലെവല്, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ്, കൊളസ്ട്രോള്, പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ നിങ്ങൾ ഗൗരവമായി കണ്ട് അതിനുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ്. പിന്നെ സ്ത്രീകളിൽ മിക്കവാറും ഇപ്പോൾ ക്യാൻസർ കേസുകൾ വളരെയധികം കൂടി നിൽക്കുന്നത് കൊണ്ട് മാമോഗ്രാം, പാസ്മിയർ പോലത്തെ ടെസ്റ്റുകളും 2 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭക്ഷണരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ 40 വയസ്സെന്ന് പറയുമ്പോൾ ചിലരിലെല്ലാം മെനോപോസിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും, ആർത്തവിരാമത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. മെയിൻലി നമുക്ക് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് കാരണം പീരിയഡ്സിൽ വരുന്ന ഒരു റെഗുലർ അല്ലാതിരിക്കുക, അതുകൂടാണ്ട് സ്കിന്നിൽ വരുന്ന പിഗ്മെന്റേഷൻസ്, സ്കിന്നിൽ ഡാർക്ക് കളർ പാച്ചസ് കണ്ടുവരുന്നുണ്ട്, അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഹെയർ ലോസ്, പിന്നെ അമിതമായിട്ട് ഭക്ഷണം നമ്മൾ കുറച്ച് കഴിച്ചാലും അമിതമായിട്ട് വണ്ണം വെക്കുക, അല്ലെങ്കിൽ വയറിൻ്റെ അവിടെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുക. സോ ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്നാമത്തത് നമ്മൾ വളരെ അധികം സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ്, ഭക്ഷണ രീതി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പൊതുവെ സ്ത്രീകൾ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കാറില്ല. എന്തെങ്കിലും കഴിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലർക്കും. പക്ഷെ അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. മെയിൻലി ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതിൽ നന്നായിട്ട് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നന്നായിട്ട് സ്പ്രൗട്ട്സ് പോലത്തെ, നട്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മീനോ ചിക്കനോ നിങ്ങളുടെ ഇഷ്ടം പോലെ അതും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഫൈബറിൻ്റെ കാര്യം, ഇപ്പോൾ നാരുകളുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വൈകുന്നേരത്തെ, അപ്പോൾ അമിതമായിട്ട് അരവണ്ണമുള്ളവരാണെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പ്രോട്ടീനും സാലഡും ഉൾപ്പെടുത്തുക. നല്ല പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വറുത്തത്, പൊരിച്ചത്, അങ്ങനത്തെ പ്രോട്ടീൻസൊക്കെ ഒഴിവാക്കിയിട്ട്, അതായത് വറുത്ത ചിക്കൻ, വറുത്ത മീൻ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ്, സ്പ്രൗട്ട്സ്, കൂടുതൽ വെജിറ്റബിൾസ്, ആവിയിൽ പുഴുങ്ങിയ പച്ചക്കറികൾ, ഇതൊക്കെ വൈകുന്നേരങ്ങളിൽ കഴിച്ചാൽ നമുക്കൊരു പരിധി വരെ വയറിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ മാറ്റി നിർത്താൻ സഹായിക്കും. അതുകൂടാണ്ട് മിക്കവരിലും ഒരു പ്രീ ഡയബറ്റിസ് ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഈ 40 വയസ്സിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ അമിതമായിട്ട് അന്നജം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് കൂടുതൽ ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, ഇതൊക്കെ വളരെ ലേറ്റായിട്ട് കഴിക്കുന്നത് പൊതുവേ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അങ്ങനെ ഒരു അന്നജത്തിന്റെ അളവ് ദേഹത്തിൽ കൂടുന്നത് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലേക്കൊക്കെ എത്തിക്കാം. അതൊരു റീസണാണ്. പക്ഷെ അത് മാത്രമല്ല റീസൺ. അപ്പോൾ അത് ഭക്ഷണരീതി വളരെയധികം ശ്രദ്ധിക്കണം. 80% നമ്മുടെ ഫുഡാണ് നമ്മുടെ ആരോഗ്യത്തിന് ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത്. 20% ആണ് നമ്മൾ വർക്കൗട്ട് ഡിസൈഡ് ചെയ്യുക. അപ്പം അതുപോലെ വ്യായാമം, ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും എല്ലാവരും ആക്റ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക. നടത്തം മാത്രമല്ല വ്യായാമം. 40 വയസ്സ് കഴിഞ്ഞാൽ കുറേശ്ശെ സ്ട്രെങ്ത് ട്രെയിനിങ്, മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. ജിമ്മിൽ പോകാൻ സൗകര്യമുള്ളവർ ജിമ്മിൽ പോവുക, അതല്ലാത്തവർ വീട്ടിൽ തന്നെ ഡംബൽസ് വാങ്ങിയിട്ട് കുറച്ചൊരു മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഡെയിലി 45 മിനിറ്റെങ്കിലും ചെയ്യുക. ആഴ്ചയിൽ 5 തവണയെങ്കിലും അല്ലെങ്കിൽ 4 തവണയെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നടക്കാൻ നിങ്ങൾക്ക് നടക്കാം, പക്ഷെ നടത്തം ഒരു വ്യായാമമല്ല. നടത്താൻ നമുക്കൊരു സ്റ്റെപ്സ് കൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നടന്നതുകൊണ്ട് മാത്രം നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ വ്യായാമവും കിട്ടുന്നില്ല. അത് നമ്മുടെ മസിൽസിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, അങ്ങനത്തെ മസിൽസിനെ ബൂസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഡെയിലി വളരെ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. പിന്നെ ഉറക്കം കറക്റ്റായിട്ട് 7 മണിക്കൂറെങ്കിലും ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. കഴിയുന്നതും രാത്രി വളരെ നേരത്തെ കിടന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഡെയിലി നമ്മളൊരു കറക്റ്റ് സ്ലീപ്പിംഗ് പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം
സ്ലീപ്പ് ടൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു WHO ഒരു അവരുടെ ഒരു സ്ലോഗനാണ്. കാരണം ഈ ഉറക്കക്കുറവ് കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും രാത്രി നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. 12 മണി 1 മണി വരെ വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ഉറക്കം കളഞ്ഞ് ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഉറക്കം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് യുവേഴ്സ്. വെള്ളത്തിന് നമുക്ക് വേറെ ഒന്നും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് വെള്ളം, ദിവസം 2-3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. സോ പിന്നെ അതുപോലെ ഒരുപാട് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ, PCOD അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുക, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നോക്കുക, എന്തൊക്കെ നിങ്ങൾ ആ പ്ലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. വറുത്തത്, പൊരിച്ചത്, അമിതമായിട്ടുള്ള മധുരം, ജങ്ക് ഫുഡുകൾ, ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ. കാരണം അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് തന്നെ യു സ്റ്റാർട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ലവ് യുവർ സെൽഫ്. താങ്ക് യു.